നമ്മൾ വിശദമായി കടക്കുകയാണ്. എറണാകുളം കോതമംഗലത്തെ 23-കാരിയുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം. പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നാണ് ആരോപണം. കോതമംഗലം സ്വദേശിനി സോന എൽദോസ് ആണ് ശനിയാഴ്ച ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ കൊണ്ടുപോയി സോനയെ മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. മതം മാറ്റത്തിന് സംബന്ധിച്ച തന്നോട് ക്രൂരത തുടർന്നെന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും വ്യക്തമാക്കുന്നുണ്ട് ഇക്കാര്യം. റമീസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ആലുവ രജിസ്ട്രാർ ഓഫീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാന്നും പറഞ്ഞു ഇവൻ ഞായറാഴ്ച വൈകിട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് എന്റെ പെണ്ണെ വിളിച്ചുകൊണ്ട് പോയി. ചെന്ന് കഴിഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ കുടുംബക്കാര്, ഇവന്റെ കൂട്ടുകാരന്മാര് എല്ലാരും ഉണ്ടായിരുന്നു. ഇവര് എന്റെ മറ്റേ റൂമിൽ പൂട്ടിയിട്ട് ഇവളെ ക്രൂരായി മർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് മാനസികമായിട്ടും പീഡിപ്പിച്ചു. ഇവരവിടെ പ്രഷർ കൊടുത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനിക്ക് പോകാൻ വണ്ടി റെഡി ആക്കിക്കോ, നീ വണ്ടി കയറിയാൽ മതി, 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിന്റെ വീട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ പറയും, അല്ലാതെ നിന്നെ ഈ റൂമിൽ നിന്ന് തുറന്നു വിടില്ല എന്നും പറഞ്ഞാണ് അടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവള് പറ്റില്ല, മതം മാറാൻ പറ്റില്ല, എന്നോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ എന്തിനു മാറണേ, എന്നെ വീട്ടിലാക്കാൻ പറഞ്ഞ് ലാസ്റ്റ് ഇവരൊരു 2 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ വന്നു. അപ്പൊ ഇവളിതൊന്നും വീട്ടിൽ എന്നിട്ടും പറയല്ല, കൂട്ടുകാരുടെ അടുത്തൊന്നും വന്നു എന്നല്ല പറയണേ. മതം മാറാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധിച്ചു എന്നും പറഞ്ഞ് അവള് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടാണ് അവൾ മരിച്ചത്. ഇതാണ് കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപം. എന്തായാലും ഈ റമീസിന്റെ കുടുംബത്തിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മതം മാറ്റത്തിന് നിർബന്ധിച്ചു, വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന ഗുരുതര ആരോപണം. 23-കാരി പെൺകുട്ടി മരണപ്പെടുന്നതിന് മുമ്പ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി. ഈ ആത്മഹത്യാക്കുറിപ്പിലും ഈ സഹോദരൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതേപടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒടുവിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസിന്റെ കേസ് നടപടികൾ ഉണ്ടായിരിക്കുകയാണ്. നവമി ദിനേശ് ചേരുന്നു. നവമി, കുടുംബം ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടാവുകയാണ്. പോലീസ് എന്ത് വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? എന്താണ് കുടുംബത്തിന്റെ തുടർ നീക്കങ്ങൾ? ആരോപണമാണ് കുടുംബം റമീസിനെതിരെയും റമീസിന്റെ കുടുംബത്തിനെതിരെയും ഉന്നയിക്കുന്നത്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പും ന്യൂസ് 18 ലഭിച്ചു. അതിലും കൃത്യമായ റമീസിന്റെ പേര്, കുടുംബത്തിന്റെ പേര്, ഒപ്പം റമീസിന്റെ ഒരു സുഹൃത്തിന്റെ പേരും ആത്മഹത്യാക്കുറിപ്പിലും കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉച്ചയോടുകൂടി വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സോനയെ കണ്ടെത്തുന്നത്. ആദ്യം കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് ഈ ആത്മഹത്യാക്കുറിപ്പടക്കം കണ്ടെത്തുകയും സോനയുടെ പെൺ സുഹൃത്തിൽ നിന്നും സോന നേരിട്ട മാനസിക സമ്മർദ്ദത്തെ കുറിച്ചുള്ള വിവരങ്ങളുമെല്ലാം കുടുംബം അറിയുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി, അതായത് ഇവർ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ റമീസും സോനയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. റമീസ് മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരു യുവാവാണ്. സോന ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. സോനയോട് മതം മാറണം, റമീസിനെ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് കുടുംബവും റമീസും ആവശ്യപ്പെട്ടു. ഇത് പ്രകാരം മതം മാറാൻ സോന തയ്യാറായിരുന്നു. സോനയുടെ കുടുംബത്തിനും മറ്റ് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനിടയിലാണ് 2 മാസം മുൻപ് സോനയുടെ പിതാവ് മരണപ്പെട്ടത്. തുടർന്ന് ഇവർ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി ഉടൻ തന്നെ മതം മാറി കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ സോനയും കുടുംബവും പറഞ്ഞത് പിതാവ് മരിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, 1 വർഷം കഴിയാതെ കല്യാണം നടത്താൻ കഴിയില്ല എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പക്ഷെ റമീസും കുടുംബവും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിനിടയിൽ റമീസിനെ അനാശാസ്യ പ്രവർത്തനത്തിന് പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ഇത് സോനയ്ക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കി. പിന്നീട് സോന പറഞ്ഞു, ഇനിയിപ്പോൾ തനിക്ക് മതം മാറുന്നില്ല, പകരം നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്ത് ജീവിക്കാമെന്ന്. റമീസ് ആദ്യമൊക്കെ ഇതിനെ എതിർത്തുവെങ്കിലും പിന്നീട് സോന പറഞ്ഞത് പ്രകാരം രജിസ്റ്റർ മാരേജ് ചെയ്യാം, തിങ്കളാഴ്ച രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച റമീസിന്റെ വീട്ടിലേക്ക് സോനയെ വിളിച്ചു വരുത്തുന്നുണ്ട്. സോന സ്വന്തം വീട്ടിൽ പറഞ്ഞത് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്നാണ്. അതിനുശേഷം ഞായറാഴ്ച റമീസിന്റെ വീട്ടിലെത്തുന്നു. റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്തും ഒപ്പം അവിടെ ഉണ്ടായിരുന്നു. സോനയെ വീട്ടിൽ മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. മർദ്ദിച്ചതിന് ശേഷം ഉടനെ തന്നെ ഒരു വണ്ടി വരും, അതിൽ നീ പൊന്നാനിയിലേക്ക് പോകണം, മതം മാറിയതിനു ശേഷം മാത്രം നമുക്ക് വിവാഹം കഴിച്ചാൽ മതി എന്ന നിബന്ധന റമീസ് മുന്നോട്ട് വെക്കുന്നു. പക്ഷെ സോന അതിന് വഴങ്ങുന്നില്ല. താൻ ഇനിയും മതം മാറാൻ തയ്യാറല്ല, തനിക്ക് തന്റെ വീട്ടിൽ പോകണമെന്ന് പറയുന്നതിൽ പോലും റമീസ് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതിക്രൂരമായി മർദ്ദിക്കുകയും
മതം മാറണമെന്ന് സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് സോന കരഞ്ഞ് ഏറെ വിഷമത്തിൽ ആ വീട്ടിൽ നിന്നും തിരിച്ച് കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ് നേരെ പോയത്. അത് കൂട്ടുകാരിയോട് ഇക്കാര്യങ്ങളെല്ലാം സോന വെളിപ്പെടുത്തി. തനിക്ക് ഇനി മതം മാറാൻ കഴിയില്ല, പക്ഷേ റമീസിന് തന്നോട് സ്നേഹമില്ല, മതം മാറണം, അല്ലെങ്കിൽ താൻ മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന നിർബന്ധത്തിൽ തന്നെയാണ് റമീസ് എന്ന കൂട്ടുകാരിയോടും തന്റെ വിഷമം സോന പങ്കുവെക്കുകയും ചെയ്തു. പിന്നീട് TTCക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അവൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മാനസിക സമ്മർദ്ദവും ഈ കുട്ടി നേരിട്ടു. സോനയുടെ മരണശേഷം, അതായത് ശനിയാഴ്ച സോന മരിക്കുന്നു, ആ സമയത്താണ് സോനയുടെ കുടുംബത്തോട് ഈ പെൺകുട്ടി, സോനയുടെ പെൺ സുഹൃത്ത് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. സോനയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും സഹോദരന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വാട്സപ്പ് ചാറ്റിലും കൃത്യമായി പറയുന്നുണ്ട് ഈ റമീസ് എത്രമാത്രം മാനസിക സമ്മർദ്ദം ഈ കുട്ടിക്ക് കൊടുത്തു. പ്രത്യേകിച്ച് മതം മാറാൻ, പൊന്നാനിയിൽ പോയി മതം മാറി 2 മാസം അവിടെ മതപഠനത്തിന് ശേഷം തിരികെ വന്നാൽ മാത്രം വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം സോനയെ ചെലുത്തുന്നതായി വാട്സപ്പ് ചാറ്റുകളിലും ഓഡിയോ റെക്കോർഡുകളിലും എല്ലാം സഹോദരന് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും സോനയുടെ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ആശുപത്രി വൃത്തങ്ങൾ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് പിന്നീട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ കൂട്ടുകാരിയുടെ വെളിപ്പെടുത്തലും ഉണ്ടാകുന്നത്. തുടർന്ന് പോലീസ് കുടുംബത്തിനും പരാതി ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഇന്നിപ്പോൾ യുവാവിനെതിരെ, റമീസിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. BNSന്റെ 117 വകുപ്പ് പ്രകാരം മനഃപൂർവ്വം ദേഹോപദ്രവമേൽപ്പിച്ചു എന്ന വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം തുടരുകയാണ്. റമീസിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലും പോലീസ്, കോതമംഗലം പോലീസ് വ്യക്തമാക്കി. എന്നാലും സോനയുടെ കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തന്റെ സഹോദരി, സോനയുടെ സഹോദരൻ പറയുന്നത് തന്റെ സഹോദരി മതം മാറാൻ തയ്യാറായിരുന്നു, കുടുംബത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു സ്നേഹം മാത്രമായിരുന്നില്ല, ഒരു നിർബന്ധിത മതപരിവർത്തനം തന്നെയാണ് ഈ കുടുംബം ശ്രമിച്ചിരുന്നത്. ആ സ്നേഹം, ഈ അനാശാസ്യ പ്രവർത്തനത്തിന് ഈ യുവാവിനെ പിടികൂടിയിട്ട് പോലും സോനയ്ക്ക് വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ അവന്റെ ഉദ്ദേശം മതപരിവർത്തനം മാത്രമായിരുന്നു. സോനയോട് യഥാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നില്ല. ആ ആത്മഹത്യാ കുറിപ്പിലും സോന അത് തന്നെയാണ് പറയുന്നത്. തന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല, പകരം റമീസിന്റെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളുമുണ്ട്. താൻ ചതിക്കപ്പെട്ട് ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സോനയും ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സജിത്ത്. നമ്മളെന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സോനയുടെ വീട്ടിലേക്ക് എത്തും. അവിടെ നിന്ന് നമുക്ക് കുടുംബത്തിന്റെ പ്രതികരണം നേരിട്ട് അറിയാൻ സാധിക്കും. ശരി, എന്തായാലും നവമി, ഞങ്ങൾ കാത്തിരിക്കുകയാണ് കുടുംബത്തിന്റെ പ്രതികരണം. ഇപ്പോൾ മരിച്ച സോനയുടെ സുഹൃത്ത് ജോൺസി കിരൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോൺസി,